അമേരിക്കയിലെ കുടിയേറ്റ പ്രക്ഷോഭത്തിന് യാതൊരു അയവും വന്നിട്ടില്ല. വലിയ രീതിയിൽ പ്രക്ഷോഭം ഇപ്പോഴും അരങ്ങ് തകർക്കുകയാണ്. ഒരുപാട് വാഹനങ്ങൾ കത്തിയമരുന്നു. ജനം തെരുവിലാണ്. സൈനികർ ഇറങ്ങിക്കൊണ്ട് ജനങ്ങളെ നേരിടുന്നു. 170-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തു. പക്ഷേ അതിനൊന്നും ശമനമുണ്ടായിട്ടില്ല. ഇപ്പം അത് വിലയിരുത്തുന്നത് ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് സമാനമായിരിക്കുന്ന സ്ഥിതിയാണ് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിനോട് ചേർന്നുകൊണ്ടും അതോടൊപ്പം തന്നെ കാലിഫോർണിയയിലും ഇപ്പോൾ നടക്കുന്നത്. കൂട്ടത്തോടു കൂടി ഒരു സമൂഹം അങ്ങനെ തന്നെ നഗരത്തിൽ ഇറങ്ങിക്കൊണ്ട് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്നു. ലോസ് ആഞ്ചൽസിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അനധികൃത കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര ഏറെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുന്നത്. സർക്കാരിൻ്റെ കണക്ക് പ്രകാരം 1,10,00,000 വിദേശികൾ അനധികൃത കുടിയേറ്റക്കാരായി അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളതാണ്. അവരെ പുറത്താക്കും എന്ന് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ചുകൊണ്ട് ട്രംപ് തന്നെ പറഞ്ഞതാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ലീഡർഷിപ്പുള്ള ട്രംപ് എന്ന തരത്തിലാണ് അന്നത്തെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അതൊക്കെ കടന്ന കൈയാണ്. അത് കാര്യം എന്ന് പറയുന്നത് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതും അവരുടെ രാജ്യത്തേക്ക് പറഞ്ഞയക്കുന്നതിനും അന്താരാഷ്ട്ര നീതിയും മര്യാദയും ലംഘിച്ചു കൊണ്ടുള്ള പ്രവർത്തനവും കൂട്ടത്തോടു കൂടി ഒഴിവാക്കുന്നതും യഥാർത്ഥത്തിൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. പല കുടിയേറ്റക്കാരെയും കൈക്കും കാലിനും ചങ്ങലിൽ തളച്ചുകൊണ്ട് വിമാനം വഴി അതാത് രാജ്യത്തേക്ക് ഇറക്കി വിടുന്ന ആ പ്രവർത്തനങ്ങൾ ഏറ്റവും വലിയ കുറ്റവാളിക്ക് നൽകുന്ന ശിക്ഷയേക്കാൾ കഠിനമാണ് എന്നതിനാൽ ഇതൊന്നും ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നിലപാട് എന്ന് ആ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളും പറയുന്നു. കലാപഭൂമിയാക്കി കുടിയേറ്റ പ്രക്ഷോഭത്തെ മാറ്റാനുള്ള ശ്രമമാണ് ട്രംപ് നടത്തുന്നത്. അത് രക്തരൂക്ഷിതമായിരിക്കുന്ന യുദ്ധത്തിലാണ് യഥാർത്ഥത്തിൽ അവസാനിക്കുക. ലോകത്താകമാനമുള്ള രാജ്യത്തിലെ ആഭ്യന്തര വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് പാഞ്ഞു പോയിട്ട് ആ പ്രശ്ന പരിഹാരം എന്ന നിലക്ക് വിമതപക്ഷത്തെ ഉണ്ടാക്കി ഭരണപക്ഷത്തെ അട്ടിമറിക്കുന്ന ട്രംപിനെ പോലെ അല്ലെങ്കിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരെ പോലെയുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ നടക്കാത്തത് എന്തുകൊണ്ട് നിങ്ങൾക്കത് അടിച്ചമർത്താൻ സാധിക്കുന്നില്ല എന്ന് ഡെമോക്രാറ്റിക് പാർട്ടി നേതാവ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരിക്കും ട്രംപിനോട് ചോദിച്ച വിവരങ്ങളൊക്കെ ഇപ്പോൾ ന്യൂയോർക്ക് ടൈംസൊക്കെ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ നിന്ന് 3 ദിവസം മുമ്പാണ് യഥാർത്ഥത്തിൽ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. അതിപ്പോഴും അവസാനിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രക്ഷോഭകാരികളെ നേരിടാൻ വേണ്ടി നാഷണൽ ഗാർഡിനെ ട്രംപ് പുറത്തിറക്കിയത് ന്യായീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് എന്നുള്ളതും ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതും അവിടുത്തെ ഭരണാധികാരിക്ക് ആ രാജ്യത്ത് തുടരാൻ വേണ്ടി, അത് ഷെയ്ഖ് ഹസീനയുടെ പേര് പരാമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. 2024 വിദ്യാർത്ഥി പ്രക്ഷോഭം ആരംഭിച്ചു. ആ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു തലത്തിലുള്ള ശ്രമങ്ങളും നടത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. പല രീതിയിലുള്ള പ്രക്ഷോഭ വിദ്യാർത്ഥികൾ തന്നെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. അവിടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർക്ക്, അതായത് ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾക്ക് കൂടുതൽ സർക്കാർ തലത്തിൽ ഉദ്യോഗം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ആരംഭിച്ചത്. വിദ്യാർത്ഥി പ്രക്ഷോഭം പിന്നീട് ജനകീയ പ്രക്ഷോഭമായി മാറി. ഈ സൈനികർ ഇറങ്ങി വെടിവെച്ചു. 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. പിന്നീട് ഞങ്ങൾക്കങ്ങനെ സാധാരണക്കാരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് സൈനികർ പറഞ്ഞു. അതോടുകൂടി സൈനികരും ഗവൺമെൻറ്റും തമ്മിൽ പ്രശ്നങ്ങളായി. പിന്നീട് പ്രധാനമന്ത്രി അയക്കുന്ന ഷെയ്ഖ് ഹസീനെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അഭയം തേടി ഇന്ത്യയിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രക്ഷോഭങ്ങളൊക്കെ സാധാരണഗതിയിൽ ആ രാജ്യത്ത് ഉണ്ടാവാത്തതാണ്. ഏറെക്കുറെ ശാന്തവും സമാധാനവുമായിരിക്കുന്ന രീതിയിലാണ് അമേരിക്ക ആ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയങ്ങൾ സാധാരണ രീതിയിൽ കൈകാര്യം ചെയ്യാറുള്ളത്. പ്രതിപക്ഷമുണ്ട്, ഭരണപക്ഷമുണ്ട്. ഡെമോക്രാറ്റിക് പാർട്ടി പ്രതിപക്ഷമാണ്, റിപ്പബ്ലിക്കൻ പാർട്ടി ഭരണപക്ഷമാണ്. അവർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളൊക്കെ നിലനിൽക്കുന്നു. അതോടനുബന്ധിച്ച് ഈ കാലിഫോർണിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഭരിക്കുന്നത് പ്രതിപക്ഷമാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പോകുന്നതിനിടയിൽ പുതുതായിരിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ വരുന്നത്
കാലിഫോർണിയ പുതിയ രാജ്യമാക്കണമെന്നും അമേരിക്കയിൽ നിന്ന് വേർപെട്ടു പോകണമെന്നും അവിടുത്തെ ജനങ്ങളും ഭരണാധികാരികളും ആവശ്യപ്പെട്ടു. അതോടുകൂടി അതിൻ്റെ റൂട്ട് മാപ്പൊക്കെ മറ്റൊരു രീതിയിലേക്ക് പോവുകയാണ്. ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ ഈ നയനിലപാടിനെ അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതും തങ്ങൾക്ക്, അതായത് കാലിഫോർണിയ ആ സ്റ്റേറ്റ് പുതിയ രാജ്യമായിട്ടുണ്ടാവണം എന്നുള്ള അഭിപ്രായങ്ങൾ ഇതിനു മുൻപൊക്കെ പലതരത്തിലും പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോഴത്തെ പ്രക്ഷോഭത്തോടനുബന്ധിച്ച് അവർ പറയുമ്പോൾ പുതിയൊരു മാനം അതിന് വരുന്നുണ്ട് എന്ന തരത്തിലാണ് നമ്മൾക്ക് ഈ വിഷയം മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ പറയുന്നത് രാജ്യത്തിനകത്ത്, അതായത് സാധാരണഗതിയിൽ മൂന്നാം ലോക രാജ്യത്തിൻ്റെ അകത്താണ് ഇത്തരം വിഷയങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. പ്രദേശത്തെ ഏരിയകൾ ഭാഗം ചെയ്തുകൊണ്ട് ഈ പ്രദേശം പുതിയൊരു രാജ്യം വേണം എന്ന് അവകാശപ്പെടുന്ന രീതിയൊക്കെ സാധാരണഗതിയിൽ മൂന്നാം ലോക രാജ്യത്ത് ഉണ്ടാവുകയും അത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അമേരിക്ക ഏതെങ്കിലും ഒരു പക്ഷം ചേർന്നുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു പക്ഷം ചേരും, ഏതാണോ ഗുണം ആ ഗുണം ഉണ്ടാകുന്ന പക്ഷം ചേർന്നുകൊണ്ട് എതിർ വിഭാഗത്തിന് വിമത ശബ്ദമായിട്ട് ഇവർക്ക് ആയുധം നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികപരമായി അമേരിക്ക ചെയ്യാറുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അവർ ചെയ്തത് സുഡാനിലാണ്. സുഡാൻ എന്ന് പറയുന്ന രാജ്യത്തെ രണ്ട് ഭാഗമായിട്ട് പിളർത്തി രണ്ട് രാഷ്ട്രമായിട്ട് പ്രഖ്യാപനം നടത്തി മുഹമ്മദ് ബഷീർ ഭരണം നടത്തുകയായിരുന്നു. ആ ഭരണത്തിൽ നിന്ന് അയാളെ പുറത്താക്കി. പിന്നീട് അവിടെ ആഭ്യന്തര വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോയി. സർക്കാർ തലത്തിലുള്ള സൈനികരും പ്രതിപക്ഷ ഭാഗത്തുള്ള സൈനികരും, അതായത് അവിടുത്തെ ഒരു പേഴ്സണൽ ട്രൂപ്പ് ഉണ്ടായിരുന്നു, മുഹമ്മദ് ബഷീറിന് ഒരു പേഴ്സണൽ ട്രൂപ്പ്, ഇവർ പിന്നെ ഏറ്റുമുട്ടുന്നതാണ് കണ്ടത്. ഒരുപാട് 40,000-ത്തിലധികം സുഡാനികൾ രാജ്യം വിട്ടു പോകേണ്ടി വന്നു. അഭയാർത്ഥികളായി ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളും വല്ലാത്ത സാഹചര്യങ്ങളും അവിടെ ഉടലെടുത്തു. അതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിച്ചത് അമേരിക്കയാണ്. അതേ അമേരിക്കയുടെ അകത്ത് പുതിയ ഒരു ശബ്ദം കഠിനമായി തന്നെ വരുന്നു. അത് പറയുന്നത് കാലിഫോർണിയ പുതിയ രാജ്യമായിട്ട് മാറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എടുക്കുന്ന ഒരു നിലപാടും പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ട്രംപിന് സാധിക്കുന്നില്ല. നിലപാട് മാറ്റി പറയേണ്ട സാഹചര്യം വരുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പാർട്ടി, അദ്ദേഹത്തെ ട്രംപിൻ്റെ പാർട്ടി അയക്കുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ട്രംപ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടികൾ ഒന്നടങ്കം തന്നെ ഏകോപനത്തോടു കൂടി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ നേതാവായിരിക്കുന്ന ട്രംപിനെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇതിന് മുൻപേ പറഞ്ഞതാണ്. ഇലക്ഷൻ്റെ റിസൾട്ട് വന്നതോടുകൂടി തന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് കഠിനമാക്കിയിരിക്കുന്നു എന്ന് മാത്രമല്ല, ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയിൽപ്പെട്ട ആളുകൾ തന്നെ ട്രംപിൻ്റെ നയനിലപാടിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്ന് പറയുന്നത് അത് ട്രംപിന് സാരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പാർട്ടിക്കകത്ത് പിന്തുണയില്ലെങ്കിൽ രാജ്യം ഭരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ട്രംപ് എന്ന് പറഞ്ഞ ഒരു അഭാസ്യനായിരിക്കുന്ന ഒരു ഭരണാധികാരിയായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി തന്നെ അഭിപ്രായപ്പെടുന്നു. അതിലിപ്പോൾ ഈ ഖത്തർ വിമാനം സൗജന്യമായി നൽകിയതുമായിട്ട് ഒരു വിഷയം ഉണ്ടായിരുന്നു. അത് കൈക്കൂലിയാണ് നൽകിയതെന്ന് ചില മീഡിയകൾ പറഞ്ഞു. അത് എന്താണ് കൈക്കൂലി നൽകാനുള്ള കാരണത്തെക്കുറിച്ചൊക്കെ നമ്മൾക്ക് പിന്നീട് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അത്തരം ഒരു രാജ്യം, ഒരു വിമാനം, ഒരു പ്രസിഡന്റ്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് നൽകിയാൽ അത് സ്വീകരിച്ചത് തന്നെ തെറ്റാണ്. തെറ്റായിരിക്കുന്ന കീഴ്വഴക്കം തന്നെ പല മേഖലകളിലും പല പ്രദേശത്തും ട്രംപ് ഉണ്ടാക്കുന്നു എന്നതിനാൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാടവത്തെ തങ്ങൾ സംശയത്തോടു കൂടിയാണ് നോക്കുന്നത് എന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെ പറയുന്നിടത്തേക്ക് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ രാഷ്ട്രീയം മാറി മറിയുകയാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നത്.